ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദേവാങ്കന ആനന്ദ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് LBS BSc നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കലിൻ്റെ 9th അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇനിയും 10th അലോട്ട്മെൻറ്റ് ഉണ്ടോയെന്നും അതേപോലെ 10th അലോട്ട്മെൻറ്റിൽ ആർക്കൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതെന്നും 9th അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് തന്നെ പറയുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നിങ്ങളെല്ലാവരും LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ചെറുതായിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നേഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസ് എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് വന്നിട്ടുണ്ടാവും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തും നിങ്ങൾക്ക് ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ വായിക്കാവുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും കുട്ടികൾക്ക് ഈ 9th അലോട്ട്മെൻറ്റിലാണ് കോളേജ് ലഭിച്ചതെന്നുണ്ടെങ്കിൽ, അതായത് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ലഭിച്ചതെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും തന്നെ ടോക്കൺ ഫീസ് ആദ്യം അടയ്ക്കുക. ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം നിങ്ങൾ കോളേജിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് October 21 ആണ്. അതേപോലെ തന്നെ കോളേജിൽ പോയി റിപ്പോർട്ട് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് October 22 ആണ്. ഇതിനു മുന്നേ തന്നെ ടോക്കൺ ഫീസ് അടയ്ക്കുകയും നിങ്ങൾ കോളേജിൽ പോയി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ടോക്കൺ ഫീസ് നിങ്ങൾക്ക് ഓൺലൈൻ വഴി അടയ്ക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഫെഡറൽ ബാങ്ക് ചെല്ലാൻ വഴി നമുക്ക് അടയ്ക്കാവുന്നതാണ്. ഓൺലൈൻ വഴിയാണ് നിങ്ങൾ അടയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഏകദേശം ഒരു 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ വരുന്നതായിരിക്കും. അതല്ല നിങ്ങൾ ഫെഡറൽ ബാങ്കിൽ ചെന്നിട്ടാണ് അടയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 24 hours എങ്കിലും എടുക്കും അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങളുടെ പ്രൊഫൈലിൽ വരാൻ വേണ്ടിയിട്ട്. ആ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ വന്നതിന് ശേഷം നിങ്ങൾ എല്ലാവരും തന്നെ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് എടുക്കുക. അതിനുശേഷം ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് അലോട്ട്മെൻറ്റ് മെമ്മോ ഒക്കെ ആയിട്ട് നിങ്ങൾ കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ എല്ലാവരും തന്നെ കറക്റ്റായിട്ട് ടോക്കൺ ഫീസ് അടയ്ക്കുകയും കറക്റ്റായിട്ട് തന്നെ കോളേജിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. നിങ്ങൾ എല്ലാവരും തന്നെ കോളേജിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ടോക്കൺ ഫീസ് മാത്രം അടച്ചാൽ പോരാ, നിങ്ങൾ ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം കോളേജിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ കുറച്ച് കുട്ടികൾക്കൊക്കെ ഡൗട്ട് വരാം, അതായത് ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം ഇപ്പോൾ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യാതെ അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ എല്ലാവരും തന്നെ മനസ്സിലാക്കുക. അങ്ങനെ നമുക്ക് പറ്റില്ല. നമ്മൾ ടോക്കൺ ഫീസ് അടച്ചിട്ട് കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടതാണ്. ആ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾ കോളേജിൽ പോയി ജോയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റ്സിലൊന്നും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ കറക്റ്റായിട്ട് തന്നെ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യുക. കോളേജിൽ പോയിട്ട് NOC വാങ്ങിച്ചുകൊണ്ട് മാത്രമേ അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ കോളേജിൽ പോയി ജോയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു അലോട്ട്മെൻറ്റ്, ഈ ഒരു സീറ്റ് നിങ്ങളുടെ ക്യാൻസലായി പോകും. അതേപോലെ തന്നെ ഇനിയുള്ള അലോട്ട്മെൻറ്റ്സിലും നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ആ ഒരു കാര്യം എല്ലാ കുട്ടികളും മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, എല്ലാ കുട്ടികളും കോളേജിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. എല്ലാവരും കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യണം. അതേപോലെ തന്നെ ഇനിയും 10th അലോട്ട്മെൻറ്റ് ഉണ്ടോ എന്നാണ് കുറച്ച് കുട്ടികൾക്കൊക്കെ ഡൗട്ട് വരുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക, 10th അലോട്ട്മെൻറ്റ് ഉണ്ട്. അപ്പോൾ 10th അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കോഴ്സ് ഓർ കോളേജ് ഓപ്ഷൻസ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അതായത് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് October 21 to October 23 ആണ്. ആ ഒരു ഡേറ്റിനുള്ളിൽ തന്നെ എല്ലാവരും കറക്റ്റായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ 10th അലോട്ട്മെൻറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ വെക്കുക. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വേക്കൻസി സീറ്റ്സൊക്കെ നോക്കുക. നിങ്ങളുടെ കാറ്റഗറി വൈസ് നിങ്ങളുടെ റിസർവേഷനൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഏത് കോളേജിലാണോ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത് ആ ഒരു കോളേജ് തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇനിയുള്ള അലോട്ട്മെൻറ്റ്സിലൊക്കെ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. ഇനിയും അഡ്മിഷൻ ലഭിക്കാത്ത കുറച്ച് കുട്ടികളൊക്കെ കാണും. അപ്പോൾ അവർക്കൊക്കെ ഇൻഡെക്സ് മാർക്ക് എത്രയാണെന്നും അതേപോലെ തന്നെ അവരുടെ കാറ്റഗറി ഒക്കെ ഏതാണെന്നും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട്. അതായത് നിങ്ങൾക്കിനി ഏത് വീഡിയോസാണ് വേണ്ടത്, ഏതെങ്കിലും കോഴ്സസിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിലോ
അല്ലെങ്കിൽ നിങ്ങൾക്ക് നേഴ്സിങ്ങിൻ്റെ എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലോ നേഴ്സിംഗ് ക്ലാസ്സസൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിലോ ഒക്കെ തന്നെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഞാൻ ചെയ്യുന്നതായിരിക്കും വീഡിയോസൊക്കെ. അപ്പോൾ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ 10th അലോട്ട്മെൻറ്റിലേക്ക് പുതിയ ഓപ്ഷൻസൊക്കെ വെക്കേണ്ടതാണ്. 9th അലോട്ട്മെൻറ്റിൽ നിങ്ങൾ വെച്ചതുപോലെ 10th അലോട്ട്മെൻറ്റിലും വെക്കണം. അതായത് നിങ്ങൾക്ക് 9th അലോട്ട്മെൻറ്റിൽ നിങ്ങൾ വെച്ച ഓപ്ഷൻസൊക്കെ തന്നെ ഇപ്പോൾ ക്യാൻസലായി പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ 10th അലോട്ട്മെൻറ്റിൽ ഇനിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷനൊക്കെ തന്നെ ചെയ്യുക. അതേപോലെ തന്നെ ചില കുട്ടികൾക്കൊക്കെയുള്ള ഡൗട്ടാണ്, അതായത് വേക്കൻസി സീറ്റ്സ് ഒന്നും തന്നെ കാണിക്കുന്നില്ല. അപ്പോൾ ഏത് കോളേജാണ് വെക്കേണ്ടതെന്ന് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേക്കൻസി സീറ്റ്സ് ഒന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് തോന്നുന്ന കോളേജ് ഏതാണോ ആ ഒരു കോളേജ് ഫസ്റ്റ് ഓപ്ഷനായിട്ട് വെക്കുക. അങ്ങനെ താഴേക്ക് നിങ്ങൾ ഓപ്ഷൻസ് വെക്കുക. വേക്കൻസി സീറ്റ്സ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു 10th അലോട്ട്മെൻറ്റ് ഉണ്ടാകുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓരോ അലോട്ട്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴും ഈ അലോട്ട്മെൻറ്റ് വെക്കുന്നത് തന്നെ വേക്കൻസി സീറ്റ്സ് ഉള്ളത് കൊണ്ടാണ്. ചിലപ്പോൾ നമുക്ക് നോക്കുമ്പോൾ വേക്കൻസി സീറ്റ്സ് ഒന്നും കാണില്ല. അങ്ങനെ കാണാത്തവരൊക്കെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ടുള്ള ആ ഒരു കോളേജ് ഫസ്റ്റ് ഓപ്ഷൻ വെക്കുക. എന്നിട്ട് താഴേക്ക് നിങ്ങൾക്ക് അടുത്ത ഏതൊക്കെ കോളേജാണോ വെക്കേണ്ടത് അങ്ങനെ കോളേജ് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ആ ഒരു കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള കോളേജസും കോഴ്സസും മാത്രം ഓപ്ഷൻസ് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ 6th അലോട്ട്മെൻറ്റ് തൊട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റാണ്. അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി എന്നിട്ടും നിങ്ങൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് അലോട്ട്മെൻറ്റ്സിലൊന്നും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച് നിങ്ങൾ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്താൽ മാത്രമേ ആ ഒരു കോളേജിൽ നിന്ന് NOC വാങ്ങിയിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് അലോട്ട്മെൻറ്റ്സിലൊക്കെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ചില കുട്ടികളൊക്കെ വീഡിയോ ഫുള്ള് കേൾക്കാതെ തന്നെ വന്ന് ഡൗട്ട് ചോദിക്കുന്ന കുട്ടികളുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കേൾക്കുക. നിങ്ങൾക്ക് വേണ്ട ഡൗട്ട്സിൻ്റെ ഒക്കെ തന്നെ ആൻസർ വീഡിയോയിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ വീഡിയോ തന്നെ ഫുള്ളായിട്ട് കേൾക്കാനുള്ള ഒരു ക്ഷമ കാണിക്കുക. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കേട്ടാൽ നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട്സൊക്കെ പരിഹരിക്കാവുന്നതാണ്. അതേപോലെ തന്നെ മിക്ക കുട്ടികളും ചോദിക്കുന്നൊരു ഡൗട്ടാണ്, NRIയിലൊക്കെ അഡ്മിഷൻ കിട്ടി, പക്ഷേ അഡ്മിഷൻ എടുക്കാൻ പോകാൻ വേണ്ടിയിട്ട് അവരുടെ NRI ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ല എന്നുള്ളത്. നിങ്ങളെല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നേരത്തെയുള്ള വീഡിയോസിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് NRIയുടെ ആ ഒരു NRI അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉള്ള കുട്ടികൾ മാത്രമേ NRI അലോട്ട്മെൻറ്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുള്ളൂ. ആ ഒരു അലോട്ട്മെൻറ്റിന് ലഭിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ ഡോക്യുമെൻറ്റ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാനും സാധിക്കുകയില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയുള്ള അലോട്ട്മെൻറ്റ്സിലൊന്നും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതൊക്കെ എല്ലാവരും തന്നെ മനസ്സിലാക്കിയിട്ട് കറക്റ്റായിട്ട് തന്നെ ഓപ്ഷൻസൊക്കെ വെക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ മിക്ക കുട്ടികളും വരുത്തുന്നൊരു മിസ്റ്റേക്കാണ്, അവർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ടോക്കൺ ഫീസ് അടയ്ക്കും പക്ഷെ ജോയിൻ ചെയ്യില്ല കോളേജിൽ പോയിട്ട്. അങ്ങനെ നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് പറ്റരുത്. എല്ലാവരും തന്നെ ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യുക. അങ്ങനെ ജോയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ റിജക്റ്റായി പോകുന്നതായിരിക്കും. അതാണ് ഇങ്ങനെ പറയാനായിട്ടുള്ള കാരണം. അതേപോലെ ഇനി എത്ര അലോട്ട്മെൻറ്റ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ വേക്കൻസി സീറ്റ്സ് ഫില്ലാവുന്ന അനുസരിച്ച് അലോട്ട്മെൻറ്റ്സ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.